ഹായ് ഹലോ അസ്സാം വലൈക്കും. ഈ പെരുന്നാൾക്ക് എനിക്ക് കിട്ടിയൊരു മുട്ടൻ പണിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാട്ടിത്തരുന്നത്. ഈ ഒരു പണി നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ആർക്കും കിട്ടാതെക്കാൻ വേണ്ടി നിങ്ങൾക്ക് നോക്കുകയും ചെയ്യുക. ഈ ഒരു അവസ്ഥ ഇനി ആർക്കും വരികയും ചെയ്യരുത് കേട്ടോ. കാരണം നന്നായി ശ്രദ്ധിക്കുക. നമ്മൾ മെറ്റീരിയലൊക്കെ നല്ല വില കൊടുത്തിട്ടായിരിക്കും വാങ്ങണത്. അപ്പം ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ വീഡിയോ ഈ ഡ്രസ്സ് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ളതാണ് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ പണി കിട്ടിയത് കാണുന്നത്. കണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഡ്രസ്സ് ആകെ വെട്ടി വെച്ചിക്കണ് ബാക്ക് ഭാഗം. ഞാനിത് കാണുന്നത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അയൺ ചെയ്യാൻ നേരത്താണ് ഈ വെട്ടിയത് കാണുന്നത്. മോൻ്റെ പണിയാണ്. റമദാനിലായതുകൊണ്ട് തന്നെ കുറച്ച് നേരം സ്റ്റിച്ച് ചെയ്യും, പിന്നീട് കിടന്നുറങ്ങുക, ഖുർആൻ. ഇതിങ്ങനെ എൻ്റെ എല്ലാ റുട്ടീൻസും പോകുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അധിക സമയത്ത് ഞാൻ ഇരുന്നിട്ടില്ല. കാരണം ഈ ഒരൊറ്റ ഡ്രസ്സല്ലേ ഉള്ളൂ. സാവധാനമാണ് സ്റ്റിച്ച് ചെയ്ത് തീർത്തത്. അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയിൽ മെഷീൻമേൽ വെച്ച് പോയ ടൈമിലെങ്ങാനും ആയിരിക്കും മോൻ ഈ പണി എടുത്തത് കേട്ടോ. കണ്ടല്ലോ, ബാക്ക് ഭാഗം അയൺ ചെയ്തപ്പോഴാണ് കാണുന്നത്. ഒരു സ്ഥലത്ത് 2 വെട്ട് കണ്ട്, പിന്നെ പുറത്തേക്ക് അയൺ ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെയുണ്ട് 3-4 വെട്ട്. അങ്ങനെ ബാക്ക് ഭാഗം ഫുള്ള് ഓരോ സ്ഥലത്ത് ആയിട്ട് ഇങ്ങനെ വെട്ടീന്. ഞാൻ ആദ്യം വിചാരിച്ച ഒരു ചെറിയ ഭാഗമല്ലേ, അത് വേണമെങ്കിൽ നമുക്ക് ഇതിമെന്ന് തുണിമെന്ന് ഒഴിവാക്കിയിട്ട് അടിച്ചു കൊടുക്കാമെന്ന്. പക്ഷേ ആകെ കീറിയത് കണ്ടതിൽ എനിക്കാകെ എന്തൊക്കെ ആയതെന്ന് എനിക്കറിയില്ല. നല്ല സങ്കടമൊക്കെ വരിക. കാരണം അത്യാവശ്യം റേറ്റുള്ള മെറ്റീരിയൽ ഇനി ഞാൻ ഒരുപാട് 2 ഷോപ്പിൽ കറങ്ങി ഇറങ്ങിയിട്ടാണ് ഈ നോമ്പ് നോറ്റ് ഇറങ്ങിയിട്ടാണ് എനിക്ക് ഈ മെറ്റീരിയൽ കിട്ടിയത്. നല്ല പണിപ്പെട്ടിട്ടുണ്ടോ. ഇതൊരു റെഫറൻസ് പിക്ക് തന്നിട്ടാണ് അതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നി. നല്ല രസമുള്ളൊരു പിക്കായിരുന്നു. അപ്പോൾ ആ റെഫറൻസ് പിക്ക് അതിൻ്റെ ഇടയിൽ കൊടുക്കട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ കാണുന്നില്ലേ, ഇതുപോലെയാണ് ഇതാക്കിയിട്ടുള്ളത്. ഇങ്ങനെ നന്നായി കീറി നല്ല കീറുണ്ട് കേട്ടോ. ഞാനെങ്ങാനിത് കസ്റ്റമർക്ക് ഏതായാലും അയക്കും മുന്നേ തന്നെ ഞാനിത് കണ്ടുകൊണ്ട് പിന്നീട് എനിക്കിതായിട്ടോ. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇത് അയച്ചെടുക്കൂലേ, അയച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ആ ടൂള് സീം റിപ്പർ ഉപയോഗിച്ചിട്ട് ആദ്യം ഫുള്ള് ഓവർലോക്ക് ചെയ്തതൊക്കെ കട്ട് ചെയ്ത് മാറ്റി. അതിന് ശേഷം സ്റ്റിച്ച് ഫുള്ള് കംപ്ലീറ്റ് ബാക്ക് ഭാഗം ഫുള്ള് സ്റ്റിച്ച് അയച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ 2-3 അടിയൊക്കെ ഉണ്ടായിന് ലൈനിങ് വെച്ച് ചെയ്തത്. ആദ്യം മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തത്, പിന്നെ ലൈനിങ്, പിന്നെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തത്. അങ്ങനെ 3-4 അടികളൊക്കെ സ്റ്റിച്ചൊക്കെ കൈമേലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കഴിച്ചെടുത്തു. കുറച്ച് ക്ഷമയോട് കൂടി ചെയ്തൊരു പണി തന്നെയാണ് കേട്ടോ. കാരണം നല്ല സങ്കടം എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് പാക്ക് ചെയ്യാൻ നേരത്താണ് ഞാനിത് അയൺ ചെയ്യുന്നത്. കാരണം സിൽക്കിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് കേട്ടോ പെട്ടെന്നൊന്നും ഇതാക്കിയില്ല. അല്ലേ, ഇതുപോലെ ബാക്ക് ഭാഗം ഫുള്ള് കംപ്ലീറ്റ് കഴിച്ചെടുത്തിട്ട് ബാക്കിൽ ഞെറിവിട്ടീനെ ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ പിന്നെ വന്നപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ എന്തൊക്കെയാണ് സങ്കടമാകുക. അന്നൊരു വെള്ളിയാഴ്ച ദിവസേന ഇപ്പോൾ പള്ളിക്ക് നേരത്ത് വീട്ടിൽ വന്ന് പള്ളിക്ക് പോകാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡ് ഒരുങ്ങിയ നേരത്തെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡ്രസ്സ് കീറിയിട്ടുണ്ട്, ഇന്ന് കൊടുത്തേക്കാൻ കഴിയൂല. അത് ആ കൊടുത്തേക്കേണ്ട ദിവസമാണ് ഞാൻ കാണുന്നത്. ഇന്ന് കൊടുത്തേക്കാൻ കഴിയൂല, അപ്പം എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അപ്പൻ എന്നോട് പറഞ്ഞ് അത് സാരമില്ല, നമ്മൾ പോയിട്ട് ആ മെറ്റീരിയൽ വാങ്ങാമല്ല, അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയൂലല്ലോ പറഞ്ഞ്. അങ്ങനെ പിന്നെ പോകുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിനി ആകെ എന്തെന്ന് ചോദിച്ചാൽ ഈ മെറ്റീരിയൽ അവിടെ ഉണ്ടാവണത് മഞ്ചേരി പരാഗെന്നാണ് കേട്ടോ. എനിക്ക് ഈ ഫ്രോക്കിന് യൂസ് ചെയ്ത മെറ്റീരിയൽ മഞ്ചേരി പരാഗെന്നും മറ്റേ കോട്ടിന് യൂസ് ചെയ്ത മെറ്റീരിയൽ എന്താ പറയുക കസവെന്നുമാണ് കിട്ടിയത് കേട്ടോ മഞ്ചേരി. ഇത് എനിക്ക് ആ സമയത്ത് എനിക്ക് നല്ല കരച്ചിലുണ്ടായിനി. ഇപ്പം ചെറിയൊരു അയ്യണം കേട്ടോ. പിന്നെ അപ്പം തന്നെ ഞങ്ങൾ പരാഗിൽ പോയി. പള്ളിയിൽ നിന്ന് വന്ന് അപ്പം തന്നെ എന്നോട് പറഞ്ഞു മാറ്റി നിന്നോണ്ടി, പള്ളിയിൽ നിന്ന് എറിഞ്ഞാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പള്ളിയിൽ നിന്ന് എറിഞ്ഞാൽ പരാഗിൽ പോയി. ആ മെറ്റീരിയൽ കുറച്ചധികം ടൈം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാനവിടെ തരാൻ. അങ്ങനെ മെറ്റീരിയൽ അത്യാവശ്യം തീർന്നു തുടങ്ങിയിനി. അപ്പോൾ പെട്ടെന്ന് ആ മെറ്റീരിയൽ തപ്പി തിരഞ്ഞെടുത്ത് ഞാൻ അതിൻ്റെ പീസൊക്കെ കൊണ്ടുപോയിനി. തിരഞ്ഞെടുത്ത് ആ മെറ്റീരിയൽ വാങ്ങി പോന്ന്. അപ്പം തന്നെ ഞാൻ കറക്റ്റായിട്ട് ആ മെറ്റീരിയലൊക്കെ നോക്കിയൊക്കെ സെയിം അല്ലേ എന്നൊക്കെ ഒന്നുകൂടി വീട്ടിൽ വന്നിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഒക്കെ സെയിം തന്നെയാണ് കിട്ടിയതും ഒക്കെ. ഈ ഒത്തിരി മെറ്റീരിയൽ അവിടെ ഉണ്ട്, ചെറിയ ചെറിയ മാറ്റങ്ങൾ കിട്ടും. അടി കഴിച്ചെടുത്തല്ലോ, ഇതുപോലെ കഴിച്ചെടുത്ത സ്ഥലം ഞാൻ നീട്ടിട്ടിട്ട് ബാക്ക് ഭാഗത്തേക്ക് ഞെറിവിട്ട ഫുള്ള് കട്ട് ചെയ്ത് മാറ്റി. ഫ്രണ്ടിലെ പീസ് മാത്രം വെച്ചു. കാരണം ഫ്രണ്ടിൽ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ട് മാത്രം വെച്ച് ബാക്ക് ഫുള്ള് കംപ്ലീറ്റ് കഴിച്ച് കട്ട് ചെയ്ത് എടുത്ത ശേഷം അതേ ലെങ്ത്ത് എത്രയാണെന്നുള്ളതൊക്കെ ഞാൻ അളന്നെടുത്തു. എന്നിട്ട് ആ ലെങ്ത്തൊക്കെ നോക്കിയ ശേഷം അത് കട്ട് ചെയ്ത് മാറ്റി അതേ ലെങ്ത്തിൽ വാങ്ങിക്കൊണ്ടുവന്ന മെറ്റീരിയൽ
കട്ട് ചെയ്തെടുത്ത് ലെങ്ത്തും കാര്യങ്ങളും വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഞാൻ റെഡിയാക്കിയെടുത്തു. ഇതെനിക്ക് കാണുമ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളോട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് സംഗതി ചെറിയാണ് വരുന്നത് കേട്ടോ, അത് ആലോചിച്ചിട്ട്. പക്ഷേ ആ സമയത്ത് ഞാൻ നന്നായി ടെൻഷൻ അടിച്ചിട്ടുണ്ട്. കാരണം അന്ന് ഞാൻ കസ്റ്റമറോട് ആ ഡ്രസ്സ് അയക്കാമെന്ന് പറഞ്ഞൊരു ദിവസം ഇനി പിന്നെ ഞാൻ കഴിയൂലെങ്കിൽ പിറ്റേന്നേ അയക്കുള്ളൂ എന്നുള്ളത് കൂടി പറഞ്ഞിന്. അപ്പോൾ കസ്റ്റമറോട് ഇതിനെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ആദ്യം നീ ഡ്രസ്സ് കസ്റ്റമറെ കയ്യിൽ കിട്ടി, കസ്റ്റമർ സന്തോഷമായി, കസ്റ്റമർ നല്ല റിവ്യൂ ഒക്കെ തന്നാരെയാണ് ഈ ഡ്രസ്സിൻ്റെ ഇത് ഞാൻ കസ്റ്റമറോട് പറയണത്. ഇങ്ങനെ ഉണ്ടായി, അതുകൊണ്ടാണ് തലേന്ന് എനിക്ക് തന്നേക്കാൻ കഴിയാഞ്ഞത് എന്നിട്ടോ പറഞ്ഞിട്ടോ. അപ്പോൾ കസ്റ്റമർ കുഴപ്പമൊന്നുമില്ല, കസ്റ്റമർക്ക് തന്നെ ആകതായി. കാരണം എന്താ അള്ളാ ഇങ്ങനെ പറ്റി എന്തായോ എന്നൊക്കെ ചോദിച്ച്. പിന്നെ അതൊന്നും കുഴപ്പമില്ല, ഞാൻ വാങ്ങി എനിക്ക് മെറ്റീരിയൽ കിട്ടിയോണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാരെയാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ എടുക്കണത്. പിന്നെ ആ ടെൻഷനിൽ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിപ്പോൾ ഈ ഫ്രോക്ക് ഇതുപോലെയാണ് വരുന്നത്. ഇതിനിങ്ങനെ ഈ കോട്ടിന് യൂസ് ചെയ്തത് എടുത്തിട്ട് ഞാനൊരു പട്ട വെച്ചിട്ടുണ്ട്, അതേപോലെ ഒരു മുത്തിൻ്റെ ലേസ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ആ റെഫറൻസ് പിക്കിൽ ഇതേപോലത്തെ ഒരു ലേസ് ഉണ്ടായിനി. കൈയൊക്കെ സാധാ പോലെ, അതിൽ റെഫറൻസ് പിക്കിൽ കൈയില്ലാന്ന് തോന്നുന്നു. പക്ഷേ ഈ ഡ്രസ്സ് ഓൽക്ക് ഈ ഫ്രോക്ക് മാത്രമായി യൂസ് ചെയ്യാന്നുള്ളതുകൊണ്ട് ഞാൻ കൈ കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു മുട്ടിൻ്റെ കീപ്പിട്ട് വരുന്ന കോലത്തിൽ സ്ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കോട്ട് ഇങ്ങനെയാണ് വരുന്നത്, അതായത് നമ്മളെ കഫ്താൻ പോലെ, കഫ്താൻ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം കഫ്താൻ്റെ പർദ്ദ സ്റ്റിച്ച് ചെയ്യണ പോലെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ഫുള്ള് കംപ്ലീറ്റ് ആ സ്ലീവിൻ്റെ ഭാഗമായി വരുന്നിടത്തും അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗം ഓപ്പൺ ഉള്ളത് മുതൽച്ച് നെക്ക് കൂടെ വന്നിട്ട് രണ്ട് സൈഡും ഫുള്ള് കംപ്ലീറ്റ് ഈ മുത്തിൻ്റെ ലേസാണ് കേട്ടോ. ഈ ബീഡ്സ് വരുന്ന ഈ ലേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഏറ്റവും ഭംഗി ഹൈലൈറ്റായി വരുന്ന അതിന് കൊടുത്ത ബാൻഡാണ് കേട്ടോ ആ ഡ്രസ്സുമ്മൽ കൊടുത്തത്. അത് നല്ല ഭംഗിയായിട്ട് തന്നെ എനിക്ക് ചെയ്ത് കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. ഇത് 54.5 55 ഇഞ്ചിലാണ് ലെങ്ത്ത് തന്നെ വരുന്നത്. നല്ല ലെങ്ത്തുള്ള ആളാണ് കേട്ടോ, അത്യാവശ്യം നല്ല തടിയൊന്നുമില്ല, പക്ഷേ നല്ല ലെങ്ത്തിൽ വരുന്ന ഡ്രസ്സാണ്. കോട്ടും നല്ല ലെങ്ത്തിൽ ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പും ഈ ഫ്രോക്കും നല്ല ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ മുത്തും കാര്യങ്ങളൊക്കെ വെച്ച് ഇതിൻ്റെ ഈ പിക്ക് ഉണ്ടല്ലോ, അതായത് റെഫറൻസ് പിക്കിൻ്റെ അതേപോലെ തന്നെ ഏകദേശം എനിക്ക് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ലാസ്റ്റിൽ ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കസ്റ്റമർ നല്ല റിവ്യൂ ആണ് ഈ ഡ്രസ്സിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഇന്ന പോലെ സ്റ്റിച്ച് ചെയ്യണ പോലൊക്കെ സൂക്ഷിക്കാം കേട്ടോ.